കോന്നിയെ സംബന്ധിച്ച് കോന്നിയുടെ മലയോര മേഖല ഏറ്റവും കൂടുതൽ മലയോര മേഖലയുള്ള ഒരു നിയോജകമണ്ഡലമാണ്. അപ്പോൾ ഈ വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി നാട്ടിലെല്ലായിടത്തും ഉണ്ട്. ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടായി ജനങ്ങളും ജനപ്രതിനിധികളും എല്ലാം ഒറ്റക്കെട്ടായി ഈ വന്യമൃഗങ്ങൾക്കെതിരായി ഒരു നിലപാടിലാണ്. ബഹുമാനപ്പെട്ട MLA എടുത്ത നിലപാട് ജനങ്ങൾക്കൊപ്പം നിന്നുള്ള നിലപാടാണ്. നിരപരാധികളെ കള്ളക്കേസിൽ കൊടുക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുന്നതിനുമെതിരായി ശക്തമായ നിലപാടാണ് MLA സ്വീകരിച്ചിട്ടുള്ളത്. MLAക്ക് ഒപ്പമാണ് ഈ നാട്. ഈ നാട്ടിലെ ജനങ്ങളെല്ലാം MLAക്ക് ഒപ്പമാണ് ഈ വിഷയത്തിൽ. വന്യജീവി ശല്യം വലിയ രൂക്ഷമായിരുന്നു. അതെ അതെ അത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. അതെ അല്ല, സാധാരണ നിലയിൽ ഈ പന്നി, കുരങ്ങ്, മയിൽ അത്തരം മൃഗങ്ങളുടെ ഈ കൃഷിക്കാർക്ക് നേരെയുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു നമ്മുടെ നാട്ടിലെല്ലാം. അതിപ്പം നമ്മുടെ മേഖല കഴിഞ്ഞ് കേരളത്തിലെ എല്ലായിടത്തും ഉണ്ട്. പക്ഷേങ്കിൽ ഇപ്പം കോന്നിയെ സംബന്ധിച്ച് ആനയും ഈ കടുവയും പുലിയും ഈ കാട്ടുപോത്തും അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ഈ ഭീഷണി അത് മനുഷ്യൻ്റെ ജീവന് ഭീഷണിയായിട്ട് മാറുക. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമായി മലയോര മേഖലയിൽ നടക്കുന്നത്. അതിന് ഞങ്ങളുടെ കോന്നിയുടെ MLA ഞങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങളുടെ മുന്നിൽ നിന്ന് ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നു. അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനുള്ള ഏത് ശ്രമത്തെയും ഞങ്ങളും പ്രസ്ഥാനവും ഈ നാട്ടിലെ ജനങ്ങളും അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകും. അങ്ങനെയുള്ള ഒറ്റപ്പെടുത്താനൊരു നീക്കവും ആര് ശ്രമിച്ചാലും അത് വിജയിക്കത്തില്ല എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.